അപ്പം നമ്മളിന്ന് വൈകുന്നേരം ചായേൻ്റെ കടി പഴംപൊരിയാണ്. അപ്പം മക്കൾ രണ്ടുപേരും പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർട്ടൂൺ കണ്ടുകൊണ്ടാണ് പഴംപൊരി കഴിക്കുന്നത് കേട്ടോ. അതങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഫോൺ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അപ്പോൾ കാർട്ടൂൺ കണ്ടിട്ട് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാൽ കൊടുത്തു. ചായയല്ല കേട്ടോ, ഇത് കുറച്ച് ബൂസ്റ്റ് കലക്കിയതാണ്. പിന്നെ ഞാനും കൂടി ചായ കുടിച്ചു. ഇനിയാണ് പണി, ജഗമൊക പണി. പിന്നെ ഇവള് കശുവണ്ടി പെറുക്കുന്നതാണ്. അവൾ നമുക്കൊരു ചെറിയൊരു കശുമാവുണ്ട്. അപ്പോൾ അതിനകത്ത് കശുവണ്ടി പെറുക്കുന്ന ഉദ്ദേശം എന്താ അറിയോ, അതുകൊണ്ട് കളയുന്നതാണ്, അതിൻ്റെ മാങ്ങ കളയുന്നതാണ്. എന്നിട്ട് കശി മടുത്തു ഊഞ്ഞാലാടുകയാണ്. പിന്നെ ഞാനിതേ വൈകുന്നേരത്തെ പണികളാണ് കേട്ടോ. രാവിലെ അടിച്ചു വരും, വൈകുന്നേരം കുട്ടികളുണ്ടായിരുന്ന കൊണ്ടിട്ട് വൈകുന്നേരം നമുക്ക് 2 നേരം അടിച്ചു വരണം, എന്നാലേ വീട് വൃത്തിക്ക് കിടക്കുള്ളൂ. അപ്പോൾ അടിച്ച് വാരി കഴിഞ്ഞ് പിന്നെ ഇതാ മുറ്റം അടിക്കാൻ എൻ്റെ നല്ല ഇലയുണ്ട് കേട്ടോ. ഇന്നലെ ഭയങ്കര കാറ്റും മഴയല്ലായിരുന്നോ, അതുകൊണ്ടിട്ട് മുറ്റത്തൊക്കെ ഭയങ്കര ഇലയാണ്. നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി ഉണ്ട്, പറമ്പൊക്കെ ഉള്ളത് കൊണ്ടിട്ട്. അത് റോഡാണ് കേട്ടോ, മെയിൻ റോഡാണ്, വണ്ടിയൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് ഒരുപാടുണ്ട്, അങ്ങ് അറ്റം വരെ അടിക്കണം. അടിച്ച് വാരി മടുക്കും നമ്മൾ ശരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദാഹിച്ച് പൊരിഞ്ഞു കേട്ടോ. ഒന്നാമത് ചൂടല്ലേ ഭയങ്കരം. അപ്പം വെള്ളം കുടിച്ചു മടുത്ത അവശതയായി. അപ്പോൾ അങ്ങനെ ഇരുന്നു. പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താ ഈ കുപ്പിയിലെന്ന് വിചാരിക്കണ്ട, ഇതെൻ്റെ അമ്മ കാച്ചി തന്ന എണ്ണയാണ്. അലോവേരയൊക്കെ ഇട്ടിട്ട് കാച്ചി തന്നതാണ്. നമുക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. തോള് കഴിഞ്ഞ് ഏകദേശം അരയ്ക്കൊപ്പം മുടി ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വെട്ടിക്കളഞ്ഞതാണ്. ഒന്നാമത് മോള് സ്ലിമ്മാണല്ലോ, പിന്നെ മുടി വളർത്തിയിട്ട് എനിക്കൊരു രസം തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി പ്രായമാവട്ടെ എന്ന് വിചാരിച്ച് മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ 2 പേർക്കും എണ്ണയൊക്കെ തലയിൽ തേച്ച് കൊടുത്തു. കുളിക്കാൻ വേണ്ടിയിട്ട് കയറ്റണം. വൈകുന്നേരമായാൽ നമുക്കൊരു പുക പണിയാണ് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ തിരക്കുള്ളൊരു സമയമാണ് വൈകുന്നേരം. പിന്നെ അവരുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. നല്ല മണമാണ് കേട്ടോ ഈ എണ്ണയ്ക്ക്. അമ്മ കാച്ചിയതുകൊണ്ട് നല്ല മണമുള്ള എണ്ണയാണ്. നന്നായിട്ട് മുടി, നമ്മുടെ ഹെയർ ഫാൾസൊക്കെ മാറും. നല്ല ബേബി ഹെയർസൊക്കെ ഒരുപാട് വരും. നല്ലൊരു ഓയിലാണ്. അപ്പം എണ്ണയൊക്കെ തേച്ച് കുളിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പണിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ചുമ്മാ ഒരു ഈവനിങ് വ്ളോഗ് എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇന്നിങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മോള് പാട്ട് പ്രാക്ടീസാണ്. ഗരിരി 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 സ ഗരിരി സനി എന്തരോ മാ ഹാനു ബാബുലു സമഗനലോല മനസി ജല വന്യദന്യോ ധന്യോ എന്തരോ മോള് പാട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇയാളിവിടെ ഭയങ്കര ഡ്രോയിങ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.